പാർലമെന്റ് പാസാക്കിയ 4 തൊഴിൽ ചട്ടങ്ങൾ ഇന്നു മുതൽ നിലവിലാകും. ശമ്പളം, വ്യവസായ ബന്ധം, സാമൂഹ്യ സുരക്ഷ, തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സൗകര്യം എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത്. 29 തൊഴിൽ നിയമങ്ങളാണ് 4 ചട്ടങ്ങളിലായി ചുരുക്കിയത്. തൊഴിൽ നിയമങ്ങൾ ആധുനികവൽക്കരിക്കുക, പുതിയ സാഹചര്യങ്ങൾക്കായി തൊഴിലാളികളെ തയ്യാറാക്കുക എന്നിവയാണ് ഇതിന് പിന്നിൽ. പാർലമെന്റ് പാസാക്കിയ പുതിയ തൊഴിൽ നിയമം സമഗ്രമായിട്ടുള്ള തൊഴിൽ പരിഷ്കാരം നിലവിൽ വരുന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ എന്തൊക്കെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് 4 ലേബർ കോഡുകളാണ് ഈ പുതിയ ചട്ടത്തിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കൂ, നിയമന ഉത്തരവ് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു തൊഴിലാളി ജോലിക്ക് വേണ്ടി കയറുമ്പോൾ നിയമന ഉത്തരവ് നിർബന്ധമായി നൽകിയിരിക്കണം എന്നുള്ള ചട്ടമാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി പറയുന്ന ഈ തൊഴിൽ പരിഷ്കാരത്തിൽ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള മാറ്റം. മറ്റൊന്ന് നോക്കൂ, തൊഴിൽ സുരക്ഷയും നിശ്ചിത കൂലിയും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. അതായത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് തൊഴിൽ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നിശ്ചിതമായിട്ടുള്ള ഒരു കൂലി അതും തൊഴിലാളിക്ക് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ തൊഴിൽ നിയമത്തിലെ സമഗ്രമായിട്ടുള്ള പരിഷ്കാരത്തിലൂടെ ഉദ്ദേശിക്കുന്ന പുതിയൊരു മാറ്റം എന്ന് പറയുന്നത്. അടുത്ത ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. എല്ലാ തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് സാമൂഹ്യപരമായിട്ടുള്ള പരിഗണന കൂടി ഈ പുതിയ തൊഴിൽ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള മാറ്റം. പിന്നെ ഇതാ നോക്കൂ, PF, ESI, ഇൻഷുറൻസ് തുടങ്ങിയവയൊക്കെ ഇനി തൊഴിലാളിക്ക് ലഭിക്കും. പല കമ്പനികളും മുൻപ് തൊഴിലാളികൾക്ക് ഈ PF ആനുകൂല്യം നൽകാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് നടപ്പാക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഒരു തൊഴിലാളിക്ക് നൽകേണ്ട ആനുകൂല്യം എന്നുള്ള നിലയ്ക്ക് ഈ PF-ഉം ESI ഇൻഷുറൻസ് ഇത് നിർബന്ധമായും തൊഴിലാളിക്ക് നൽകിയേ തീരൂ എന്നുള്ളതാണ് ഈ മാറ്റത്തിലൂടെ വരുന്ന മറ്റൊരു പരിഷ്കാരം എന്ന് പറയുന്നത്. മറ്റൊന്നു കൂടിയുണ്ട്, കുറഞ്ഞ കൂലി അത് നിയമപരമായിട്ടുള്ള അവകാശമായി മാറുകയാണ് തൊഴിലാളിക്ക് എന്നുള്ളതാണ്. അതായത് മിനിമം വേതനം അത് നിർബന്ധമാക്കുന്നു. ഒരു തൊഴിലാളിക്ക് അത് അത്യാവശ്യം ആനുകൂല്യം ലഭിച്ചിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കൂലി അത് നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റുന്നു. ഇത് ഈ പുതിയ തൊഴിൽ നിയമത്തിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള മാറ്റമാണ്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, സാമ്പത്തിക സുരക്ഷ കൂടി തൊഴിലാളിക്ക് ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലേബർ കോഡിൽ എന്നുള്ളതാണ്. സാമൂഹ്യമായിട്ടുള്ള സുരക്ഷ ഒപ്പം സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ തൊഴിലാളിക്ക് ഉറപ്പ് നൽകുന്നു എന്നുള്ള ഒരു മാറ്റം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ശമ്പളം നൽകണം എന്നുള്ളതാണ്. അതായത് തൊഴിലാളിക്ക് കൂടിയ വേതനം, കുറഞ്ഞ വേതനം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടൊരു ശമ്പളം നൽകാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ ഇനി പറ്റില്ല. കൃത്യമായിട്ട് ശമ്പളം നൽകണം, നൽകിയേ തീരൂ എന്നുള്ളൊരു വ്യവസ്ഥ ഈ പുതിയ തൊഴിൽ നിയമത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കൂ, സ്ത്രീകൾക്ക് ഏത് മേഖലയിലും രാത്രിയും ജോലിയെടുക്കാം. ഇതാണ് ഈ തൊഴിൽ നിയമത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. കാരണം ഈ ഖനി മേഖലയിലൊക്കെ തൊഴിലെടുക്കാൻ സ്ത്രീകൾ അവർ പര്യാപ്തരാണെങ്കിൽ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അത് സ്ത്രീയാണ് എന്ന് കരുതി അവരെ മാറ്റി നിർത്താൻ ഇനി കഴിയില്ല. ഏത് മേഖലയിലും ഏത് ഷിഫ്റ്റിലും സ്ത്രീകൾക്ക് കൂടി തൊഴിലെടുക്കാവുന്ന പുതിയൊരു സാഹചര്യം കൂടി തുറന്നു വന്നിരിക്കുന്നു ഈ പുതിയ തൊഴിൽ നിയമത്തിൽ എന്നുള്ളതാണ്. ഇനി ഇതാ നോക്കൂ, ഉയർന്ന ശമ്പളമുള്ള സ്ഥലത്ത് തുല്യ ശമ്പളത്തിനും അവസരമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള മാറ്റം. തുല്യമായിട്ട് ശമ്പളത്തിൽ ആ ഒരു തുല്യ പരിഗണന തൊഴിലാളികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതാ നോക്കൂ, ESI സംരക്ഷണം എല്ലാ തൊഴിലാളികൾക്കും ലഭിക്കുന്നു എന്നുള്ള ആ ഒരു ആനുകൂല്യത്തിന്റെ പരിധിയിലേക്ക് എല്ലാ തൊഴിലാളികളെയും ഉൾപ്പെടുത്തുന്ന സമഗ്രമായിട്ടുള്ള ഒരു ഈ പുതിയ ഈ മാറ്റത്തിൽ നടപ്പാക്കിയ ഈ തൊഴിൽ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ESI സംരക്ഷണം എല്ലാ തൊഴിലാളികൾക്കും എന്നുള്ള പോലെ തന്നെ ഇന്ത്യയിൽ ആകമാനം ഒറ്റ ലൈസൻസ്, ഒറ്റ റിട്ടേൺ, അതായത് ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ രജിസ്ട്രേഷൻ എന്നുള്ള പുതിയൊരു മാറ്റം കൂടി ഈ തൊഴിൽ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ തോതിൽ വ്യാപകമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ സമഗ്രമായിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിഷ്കാരമാണ്, തൊഴിൽ പരിഷ്കാരമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തുന്ന ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന ഇത് തൊഴിൽ മേഖലയിലാകമാനം വലിയ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും ഇടയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.